അപരിചിതൻ പതിവ് പോലെ ഇന്നും വൈകി. താഴെ ലിഫ്റ്റ് കാത്തു നിൽക്കുമ്പോഴാണ് ആ ചെറുപ്പക്കാരനെ കണ്ടത്. കണ്ടാൽ തന്നെ അറിയാം മലയാളിയാണെന്ന്. ഈ പ്രവാസഭൂമിയിൽ ആളുകൾ പലതരക്കാരാണ്. നാനാദേശത്തുള്ളവർ. ഓരോരുത്തർക്കും ഓരോ മുഖങ്ങളാണ്. പലരെയും തിരിച്ചറിയുക എളുപ്പം. ചിലപ്പോൾ അവരുടെ വസ്ത്രധാരണാരീതി അതിനെ സഹായിക്കാറുമുണ്ട്. ഈ അപരിചിതൻ മലയാളി തന്നെ. എത്ര നാളായി തമ്മിൽ കാണുന്നു. ചിലപ്പോൾ പാർക്കിംഗ് ഏരിയയിൽ, അല്ലെങ്കിൽ ലിഫ്റ്റ് ലോബിയിൽ, മറ്റു ചിലപ്പോൾ പള്ളിയിൽ, അങ്ങനെ പല സ്ഥലത്ത് വെച്ചും. അയാൾ ഈ ഓഫീസ് കെട്ടിടത്തിലെ 18ാമത്തെ നിലയിൽ ഏതോ ഓഫീസിലാണ്. താൻ 15ലും. അയാൾ ഏത് ഓഫീസിലാകും? വെറുതെ ആലോചിച്ചു നോക്കി. ഒരിക്കൽ പോലും താൻ ഈ കെട്ടിടത്തിലെ വേറൊരു നിലയിലേക്കും പോയിട്ടേയില്ല എന്ന സത്യം അയാൾക്ക് ദഹിക്കാത്തതുപോലെ തോന്നി. കഴിഞ്ഞ 3 വർഷമായി താനിവിടെ ഇതേ ഓഫീസിൽ, ഇതേ കെട്ടിടത്തിലും പരിസരത്തുമാണ് ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചിലവഴിക്കുന്നത്. അപ്പോഴൊക്കെ ഈ ചെറുപ്പക്കാരനെ കണ്ടുമുട്ടാറുണ്ട്. ദേ ഇന്ന് വീണ്ടും. ലിഫ്റ്റ് ലോബി കാലിയാണ്. ഞങ്ങൾ 2 പേർ മാത്രം. കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ലിഫ്റ്റ് വന്നു. 2 പേരും അതിൽ കയറി. ലിഫ്റ്റ് പതിയെ മുകളിലേക്ക്. എന്തെങ്കിലും സംസാരിക്കണമെന്ന് തോന്നി. പക്ഷെ ആ ചങ്ങാതി മൊബൈൽ ഫോണിൽ നിന്നും കണ്ണു മാറ്റുന്നതേയില്ല. ഇതുവരെ പരസ്പരം നോക്കി ചിരിച്ചിട്ട് പോലുമില്ല. അപരിചിതരോട് ചിരിക്കുന്നത് പോലും പുണ്യമാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ പിൻപറ്റുന്നവനാണ്. എന്നിട്ടും ഒന്ന് ചിരിക്കാൻ, സംസാരം ആരംഭിക്കാൻ പലപ്പോഴും വളരെ ബുദ്ധിമുട്ടാണല്ലേ. ചിലപ്പോൾ ഒരു പുഞ്ചിരി അത് മതിയാകും ദൃഢമായ നല്ല സൗഹൃദങ്ങൾ ആരംഭിക്കാൻ. പക്ഷെ ഒന്ന് ചിരിക്കാൻ മാത്രം കഴിയുന്നില്ല. തന്റെ സ്വാർത്ഥതയാകാം. ഞാനും എന്റെയും മാത്രമായ ഈ ലോകം. ചിരി പോലും അവിടെ മതി. അതിനപ്പുറത്തേക്ക് ചിരിക്കുക, ഒരു വാക്ക് മിണ്ടുക, ഒക്കെ സംശയത്തോടെ മാത്രം. തന്നിലേക്ക് തന്നെ ഒതുങ്ങുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന നമ്മുടെ സഹചാരിയായ ഫോൺ കൂടിയുണ്ടെങ്കിൽ ചുറ്റുമുള്ളവർ അപരിചിതർ മാത്രം. ലിഫ്റ്റ് അപ്പോഴേക്കും 15ാമത്തെ നിലയിൽ എത്തിയിരുന്നു. ഒന്നും മിണ്ടാതെ, ഒരു നല്ല ബന്ധത്തിന് വിത്തുപാകാതെ, പതിവ് പോലെ വൈകി ഓഫീസിലേക്ക്. പുതുമയുള്ളത് പുതുമയോടെ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ. KNJ മീഡിയ.